ഇതേ നല്ല പച്ചച്ചാള, നല്ല ഉണ്ടച്ചാളയാണ്. അപ്പോൾ മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് തേങ്ങമുളക് അരച്ചിട്ടൊക്കെ ഒന്ന് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചു. അതിനുശേഷം അയ്യോ എൻ്റെ കൈ പൊള്ളിപ്പോയി. നല്ല ചൂടായ ചട്ടി തന്നെ ഞാൻ ഓർക്കാണ് ഞാൻ എന്ത് ബോധക്കേടാ കാണിച്ചതെന്ന്. അതിനുശേഷം എന്ത് ആ ചട്ടിയിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട്, അതുപോലെ തന്നെ പുളിയിട്ട്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ ഇട്ട്, അതുകൂടാതെ നമ്മുടെ കൈ കൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് ഉടക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ചാളയും കൂടെ വാരിയിട്ടു കേട്ടോ. എന്നിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാലാണേ ഒഴിക്കുന്നത്. എന്നിട്ട് അതും കൂടെ ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചു. അതിനുശേഷം ഞാൻ ഓർത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാന്നേ. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ചു. അപ്പം ഞാൻ ഓർത്ത് ആ നേരം കൊണ്ട് നമുക്ക് അതുപോലെ തന്നെ നമ്മളൊന്ന് ഇതിങ്ങനെ ചുറ്റിക്കണേ. മീൻ അത്യാവശ്യം വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും കൊണ്ടൊന്നും ഉടയ്ക്കാൻ പാടില്ല. നമ്മളൊന്ന് ചുറ്റിച്ചാൽ മതി. അതിനുശേഷം ഇതേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. അപ്പം ഞാൻ ഓർത്ത് ഇതേ നോക്കിയപ്പോൾ കറിയൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങുണ്ട്, മാന്തൽ വറുത്തുണ്ട്, മീൻകറി ഉണ്ട്. അപ്പോൾ തിന്നു ഗൈസ്, പൊളിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അതുമല്ല ചാളയ്ക്ക് ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടേ.